നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഊണ് കഴിച്ചു. ശരിക്കും നാട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ. எப்படி ஃபுட் बेस्ट बहुत अच्छा நல்லா இருக்கு சார், அருமையாக இருக்கு, நல்லா இருக்கு. मील अच्छा है, अच्छा है, बहुत बढ़िया. നല്ല ഭക്ഷണമല്ലേ? ഹലോ, എൻ നെഞ്ചിൽ കുടിയിരിക്കും തമിഴ് മക്കളെ വണക്കം. മലയാളീസ് ഹായ്. സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ്. അപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. ഏറ്റവും നല്ല വെജിറ്റേറിയൻ മീൽസ് എവിടെയാണ് കിട്ടുന്നത് നോക്കി ഞങ്ങൾ വന്നാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാ കൊടൈക്കനാലിൽ ഇതാ ഒരു ഗംഭീര ഹോട്ടലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഡിഷുകൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. எப்படி சாப்பாடு எப்படி இருக்கு? நல்லா இருக்கு. മലയാളിയാണോ? ശരി ശരി. കേരളത്തിൽ ആണോ? എങ്ങനെ ഭക്ഷണം എല്ലാം നല്ല ഭക്ഷണം, നല്ല ഭക്ഷണമാണ് അല്ലേ? ഭയ്യ സാപ്പാട് बढ़िया സൂപ്പർ. எப்படி ஃபுட் बेस्ट बहुत अच्छा வெரி நைஸ். வெரி நைஸ் சார். ஃபுட் எப்படி இருக்கு? நல்லா இருக்கு சார், அருமையாக இருக்கு, நல்லா இருக்கு. அப்படியா? நீங்கள் ரெகுலராக இங்கே? ஆமாம், கொடைக்கானலுக்கு வந்து ரெகுலராக இங்கே தான் சாப்பிடுவோம். சாப்பாடு சூப்பராக இருக்குண்ணா. ரெகுலராக நீங்கள்? ரெகுலராக இங்கே தான் வருவேன் இப்போ. ஓகே, சூப்பர் சாப்பாடு நல்லா இருக்கு சார். உண்மையிலே சூப்பராக இருக்கும். ரெகுலராக வந்து இங்கே தான் சாப்பிடுவோம். உங்களை ஃபேவரேட்டு என்ன சார் இங்கே ஃபுட்டு? எனக்கு பொங்கல். பொங்கலா? ஓகே. ஃபுட்டு நல்லா இருக்கும் சார். ரெகுலராக இங்கே வந்துடுமா? உங்களோட ஃபேவரட் ஃபுட்டு? சப்பாத்தி. ஃபுட்டு இங்கே சாப்பாடு எல்லாமே நல்லா தான் இருக்கும். ஃபுட்டு சூப்பராக இருக்குது. ரெகுலராக இங்கே தான் சாப்பிடுவோம். வெக்கேஷன் வரவங்க இங்கே ட்ரை பண்ணலாம். எல்லா ஐட்டமுமே ரொம்ப சூப்பராக இருக்கும். நான் விரும்பி சாப்பிட்றது வந்து சப்பாத்தி. ஃபுட் எப்படி இருக்கு சார்? फाइन. आई एम फ्रॉम कलकत्ता. ओके 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 ओके. ना बंगाली, लेकिन मील अच्छा है, अच्छा है, बहुत बढ़िया. ओके ठीक 3 टाइम्स 4 टाइम्स यहाँ पे खाया. ओके ओके ठीक है ठीक है ठीक है. साउथ इंडियन मील्स भी अच्छा है. डोसा, उत्तपम, बड़ा वेरी गुड. एंड अदर मील्स ऑल्सो गुड. नॉर्थ इंडियन, चाइनीज, एवरीथिंग इज वेरी गुड. അപ്പം നമ്മൾ ആസ്റ്റോറിയ ഹോട്ടലിൻ്റെ ഉള്ളിലുള്ളത്. ബാലാജി സാറാണ് ഇവിടുത്തെ മാനേജർ. സാർ എவ்வளோ நாளாச்சு சார் നമ്മൾ? 36 இயர்ஸ் ஆச்சு. 36 வருஷம் ஆஸ்டோரியா ஓப்பன் பண்ணி பிப்ரவரி மாதம் 1989 ஓப்பன் ஆயிடுச்சு. வெஜிடேரியன் மட்டும்தானே? ஒன்லி பியூர் வெஜிடேரியன். பியூர் வெஜிடேரியன். உங்களுக்கு பக்கத்தில் ஒரு நான்வெஜ் அது பார்க்கர் ஸ்டோரியா மல்டிகுஷன் இருக்கு அங்கே ஸ்பென்சர் காம்பவுண்டில் ஒரு 2 இயர்ஸ் ஆச்சு ஓப்பன் பண்ணி. அப்படியா? ഇത് 36 വർഷം ആச்சு. 36 വർഷമായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. സാർ ഏതെല്ലാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്? നമ്മുടെ മസാല ദോശ, ഇഡ്ഡലി, ചന്ന ഭട്ടൂര, ഹൈദരാബാദ് വെജ് ബിരിയാണി, ഹൈദരാബാദ് വെജ് ബിരിയാണി, ഹൈദരാബാദ് വെജ് ബിരിയാണി, ചന്ന ഭട്ടൂര, കേരള മക്കൾ ഏതാണ്? മസാല ദോശ. മസാല ദോശ, ഗീ റോസ്റ്റ്, ചൈനീസിലെ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ, പനീർ ബട്ടർ മസാല, ബട്ടർ നാൻ. ഓക്കെ. പിന്നെ മീൽസ് എന്തെല്ലാം? മീൽസ് സൗത്ത് ഇന്ത്യൻ മീൽസ്. സൗത്ത് ഇന്ത്യൻ മീൽസ് അത് ഒരു വെജിറ്റബിൾ, സാമ്പാർ, രസം, കേട്, ദാൽ, പാപ്പഡ്, എവറിത്തിങ് സാർ. ഓക്കെ, ഫുൾ മീൽസ്. ഫുൾ മീൽസ്. ஆமாம், சவுத் இந்தியன். ஓகே. ஈவினிங்கில் டின்னர். இட்லி, தோசை, சப்பாத்தி, ஃப்ரைட் ரைஸ், நூடுல்ஸ். இட்லி எல்லாம் ஈவினிங்கில் இருக்கு. இருக்கு. ஈவினிங்கில் டின்னரில் இட்லி இருக்குது, சவுத் இந்தியன் ப்ளஸ் சைனீஸ் தந்தூரி அவைலபிள். இதுக்கு റൂം வந்து ഉണ്ട്. ഇപ്പോൾ റെനോവേഷൻ ആയിട്ടുണ്ട്. 3 മന്തിൽ ഓപ്പൺ ആയിരുന്നു. 3 മന്ത്. അപ്പം നമുക്ക് ഇവിടെ ഇത് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റൂംസും ഉണ്ട് അല്ലേ? റൂം എത്ര റൂം ഉണ്ടാവും? റൂം 26 റൂംസ് ഉണ്ട്. ഡീലക്സ് റൂമുകളാണ് അല്ലേ? ഓക്കെ. സാർ ഇതിൻ്റെ ഓണർ മലയാളിയാണ്? തമിഴിലോ മലയാളി. ട്രിവാൻഡ്രം. നമ്മളെ നാട്ടുകാർ. അവിടെ ബ്രാഞ്ച് ട്രിവാൻഡ്രത്തിൽ നമ്മുടെ 2 ബ്രാഞ്ച് ഉണ്ട്. അവിടെ ഉണ്ടല്ലേ? തമ്പാനുള്ള ആര്യ നിവാസ്, 5 സ്റ്റാർ വന്ന് ഹൈസിൻ.
ഹൈസൻ ആ അത് ഐസൻ ശരി. നമ്മൾ ബ്രാഞ്ച് ഓ, branch ആണോ? സെയിം ഓണർ. ആ ഓക്കെ ഓക്കെ ശരി അത് ശരി. അപ്പം പിന്നെ നമ്മളിനി ഭക്ഷണത്തിനൊക്കെ കിടക്കാം, കൂടുതൽ വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോവാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ നമ്മൾ സാധാ മീൽസാണ്, പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലായതുകൊണ്ട് വെജിറ്റേറിയൻ മീൽസാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ജസ്റ്റ് കുറച്ച് നിങ്ങൾക്കറിയാലോ ഞാൻ ഫുഡ് വളരെ കുറവാണ് കഴിക്കാൻ, നിങ്ങൾക്കറിയാലോ അല്ലേ എൻ്റെ ശരീരം കണ്ടാൽ. അപ്പം ഇതാ റൈസ് ഇട്ടിട്ടുണ്ട്, കറികൾ ദാല്, നമ്മളെ പരിപ്പ് കറി ഉണ്ട്, കുറച്ച് പരിപ്പ് കറി അത് വയ്ക്കാം, പിന്നെ സാമ്പാറുണ്ട്, രസമുണ്ട്, പിന്നെ ഇത് വമ്പയറിൻ്റെ ഒരു കറി കേട്ടോ, വമ്പയറും മത്തനും കൂടി മിക്സ് ചെയ്തൊരു കറിയുണ്ട്, തോരനുണ്ട്. നോട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പടമാണ്. എന്താ വലുതാ, പാത്രത്തിൻ്റെ വലുപ്പമുള്ള പപ്പടം. നല്ല ചൂടുണ്ട്. കൊള്ളാം, അടിപൊളി. ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ എല്ലായിടത്തും പൊതുവേ ഏകദേശം ഒരേ കറികളും ഭക്ഷണം ചോറും ഒക്കെ തന്നെ ഉണ്ടാവുക, പക്ഷേ ടേസ്റ്റിയാണ്. ഇപ്പം ഞാൻ ഒരു ഫസ്റ്റ് ഉരുള തന്നെ വായിൽ വെച്ചപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ പറയാൻ മറന്നു, ഇവിടെ പൊങ്കൽ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നോൺ വെജ് ഐറ്റംസ് എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാലും സത്യം പറയാമല്ലോ, നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ചെറുതല്ല. അത് മാത്രമല്ല, വെജിറ്റേറിയൻ ഐറ്റംസ് ഇപ്പോൾ മീൽസൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും കുറച്ച് അധികം കഴിക്കാൻ പോകും. നമുക്ക് നോൺ വെജ് ഒന്നും ചിലപ്പം അങ്ങനെ അധികം ഒന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. ഈ കറികളൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റി കറികളാണ്, നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഉണ്ട് എല്ലാ കറികളും. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഊണ് കഴിച്ചു, ശരിക്കും നാട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അവസാനം ഈ രസം കൂടി കുടിച്ചപ്പോഴത്തേക്കും സെറ്റ്. കൊടൈക്കനാലിലൊക്കെ ടൂർ വരുന്ന സമയത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഗംഭീര ഹോട്ടലാണ് അസ്റ്റോറിയ. നല്ല വെജിറ്റേറിയൻ മീൽസ് രാവിലെ ആണെങ്കിൽ അതിൻ്റെ ഐറ്റംസ്, ഈവനിങ് ഒക്കെ ഉണ്ട്, മാത്രമല്ല റൂംസും അവൈലബിൾ ആണ്. അപ്പം ഇനി വരുമ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കണ്ട. സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കൊടൈക്കനാൽ രുചിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്ഥിരം പറയുന്ന വാക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ബൈ ബൈ.